ദേശീയ ദുരന്ത നിവാരണ സേന ഇടുക്കിയിൽ. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സെയിന്റ് സെബാസ്റ്റ്യൻസ് കോളേജ്, കട്ടപ്പന, അണക്കര. അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിനായി 35 അംഗ ദേശീയ ദുരന്ത നിവാരണ സേന ഇടുക്കിയിലെത്തി. ടീം കമാൻഡർ അർജുൻ പാൽ രാജ്പുത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തെ കളക്ടറേറ്റിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ, കളക്ടർ ഷീബ ജോർജ്, ADM ബി ജ്യോതി എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശങ്ങൾ സന്ദർശിച്ച സാഹചര്യങ്ങൾ വിലയിരുത്താനും ജിയോളജി വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനുമാണ് സേന ഉദ്ദേശിക്കുന്നത്. NDRFന്റെ 30 അംഗങ്ങൾ അടങ്ങുന്ന ടീം ഇടുക്കിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് നാച്ചുറൽ കലാമിറ്റി ഉണ്ടാകുന്ന ഘട്ടങ്ങളോടനുബന്ധമായി നിൽക്കുന്ന ഈ സമയത്ത് അതിന് മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് അഡ്വാൻസ് ആയിട്ട് തന്നെ ഈ ടീമിനെ അയച്ചിട്ടുള്ളത്. അവർക്ക് ഇടുക്കിയിലെ ഫോറസ്റ്റ് ഡോർമെറ്ററിയിലാണ് താമസ സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഏതൊരു സ്ഥലത്തേക്കും എപ്പോഴും ഏത് സമയത്തും പോകാൻ കഴിയത്തക്ക വിധത്തിലുള്ള എല്ലാ സജ്ജീകരണങ്ങളും ജില്ലാ അഡ്മിനിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരം മുന്നൊരുക്കങ്ങൾ നടത്തി ആവശ്യമായ സ്ഥലത്ത് രക്ഷാദൗത്യങ്ങൾ നടത്തുന്നതിന് സജ്ജമായ ടീമാണ് ഇടുക്കിയിൽ വന്നിട്ടുള്ളത്. അവരിന്ന് കളക്ട്രേറ്റിൽ എത്തി. അവർ ഇന്നു തൊട്ടുള്ള ദിവസങ്ങൾ ഇവിടെ ഉണ്ടാകും. വെള്ളാപ്പാറയിലെ വനംവകുപ്പിന്റെ IBയും ഡോർമെറ്ററിയുമാണ് തൽക്കാലം ബേസ് ക്യാമ്പായി പ്രവർത്തിക്കുക. ഇടുക്കി ലൈവ് ന്യൂസ്, ചെറുതോണി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സെയിന്റ് സെബാസ്റ്റ്യൻസ് കോളേജ്, കട്ടപ്പന, അണക്കര. We offer Commerce with Computer Application, Commerce with Political Science and Humanities for High Secondary Program. We present BCom with Finance, Taxation and Computer, BCom with Corporation and Computer, BA Economics, BA History for UG courses. Admission continues for all courses. സെയിന്റ് സെബാസ്റ്റ്യൻസ് കോളേജ്, കട്ടപ്പന, അണക്കര.